ഉണ്ടായിരുന്നു. അത് കഴിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഒരു പഴം കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ കൊണ്ടുവന്നതിനകത്തുനിന്ന് ഒരു പഴം എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു നെല്ലിക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലത്തെയാണ്, എന്നാലും അതും കഴിച്ചിരിക്കുമ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് വീണ്ടും ഒരു പഴംപൊരി വാങ്ങിച്ചു തന്നു. അതും കഴിച്ച് നേരെ ഞങ്ങൾ പോയത് ടൗണിലേക്കാണ്. ടൗണിലെത്തിയപ്പോഴത്തേക്ക് നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലൈം സോഡ കഴിച്ചു. ലൈം സോഡ കഴിച്ചപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഒരു പപ്സും പറഞ്ഞായിരുന്നു. അമ്മ കൊഴുക്കട്ടയാണ് കേട്ടോ പറഞ്ഞത്. പപ്സ് കഴിച്ച് കുറച്ച് നാളായതുകൊണ്ട് നന്നായിട്ടൊരു പപ്സ് കഴിച്ചു. അടിപൊളി പപ്സായിരുന്നു കേട്ടോ. അവിടെ കിട്ടിയതിനകത്ത് വെച്ച് ഈ അടുത്ത് കഴിച്ചത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ചൊന്ന് നടന്നപ്പോഴത്തേക്ക് ആ ക്ഷീണം മാറാൻ ഒരു ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണി ഭയങ്കര ശോകമായിരുന്നു. പഴയ ബിരിയാണി എന്തുവാണ് അവർ തന്നത്, അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. അധികം കഴിച്ചുമില്ല, ജസ്റ്റ് ഒന്ന് ചിക്കി ഇട്ടിട്ട് പോന്നു. അതെൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്നിട്ട് വീണ്ടും ചേമ്പ് കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞപ്പം ടേസ്റ്റിന് ഒരു 2 പഴം കൂടി എടുത്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അമ്മയുടെ കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ മുന്തിരി കണ്ടത്. മുന്തിരി കണ്ടപ്പോൾ അതും കഴിച്ചൊരു ബുക്കും വായിച്ചിരുന്നു. വീണ്ടും ബുക്കും മുന്തിരിയും കഴിഞ്ഞപ്പോഴത്തേക്കും കടയിലോട്ട് പോയി അവിടുന്ന് ഒരു ഓറഞ്ച് സോഡയും കൂടി കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ നിർബന്ധിച്ചുകൊണ്ട് കുറച്ച് ചോറും